ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന പാല് കൊണ്ടുള്ള ഒരു ഐസ് സ്റ്റിക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 2 ഗ്ലാസ് പാല് ഈ പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിക്ക് പകരം വേണമെങ്കിൽ വാനില എസൻസും ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് സേമിയയാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ സേമിയ വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അധികം കളറൊന്നും മാറാതെ ഒന്ന് വറുത്തെടുത്താൽ മതി. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സേമിയ ഈ പാലിൽ കിടന്നൊന്ന് വെന്ത് വരണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തീ ഒന്ന് കൂട്ടി വെച്ച് ഈ പാലൊന്ന് തിളച്ച് വരട്ടെ. സേമിയ ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങുമ്പോഴത്തേക്കും അതിലോട്ട് മധുരത്തിന് ആവശ്യത്തിന് ഞാനിവിടെ കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്കിന് പകരം പഞ്ചസാര ചേർത്താലും മതി. ഈ കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കണ്ടൻസ് മിൽക്കും പാലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകട്ടെ. ഇതിലോട്ട് ഞാൻ ഇനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്തപ്പോൾ അതിന് അല്പം മധുരം കുറവായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഈ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഐസ്ക്രീമിലൊക്കെ പല ആർട്ടിഫിഷ്യൽ സാധനങ്ങളും ചേർത്തിട്ടുണ്ട്. അതിന് പകരം നമുക്ക് ഇത് വീട്ടിൽ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇതിനകത്ത് ആകെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഇപ്പോൾ സേമിയ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. ഇതിനി നന്നായിട്ടൊന്ന് തണുക്കണം. തണുക്കുന്നേരം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതുപോലുള്ള മോൾഡിലാണ് ഇത് ഒഴിച്ച് വെക്കുന്നത്. ഇതുപോലെ മോൾഡ് ഇല്ലെങ്കിൽ ഇതുപോലെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലാസ് എടുത്താലും മതി. ഈ ബാക്കി പകുതി ഇരിക്കുന്ന ഇതിലോട്ട് ഞാൻ ഇനി ഒരു ടേബിൾ സ്പൂൺ റോസ് സിറപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ റോസ് സിറപ്പ് ഒഴിക്കുമ്പോൾ ഇതിന് നല്ലൊരു കളറും കിട്ടും, വേറൊരു ഫ്ലേവറും ആയിരിക്കും. ഇത് ഞാനിവിടെ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ റൂഹ് അഫ്സ എന്ന് പറയുന്ന സിറപ്പാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എസൻസ് വേണമെങ്കിൽ ഇതിന് പകരം ചേർക്കാം. റോസ് എസൻസോ അല്ലെങ്കിൽ പിസ്ത എസൻസൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഇതിലോട്ട് ഈ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെച്ച് ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാനൊരു 8 മണിക്കൂർ ഇത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം പുറത്തെടുത്തിരിക്കുവാണ്. അതിനുശേഷം ഞാനൊരു 10 സെക്കൻഡ് ഒരു ടാപ്പ് വാട്ടറിൻ്റെ കീഴിൽ ഇതൊന്ന് പിടിച്ചപ്പോഴത്തേക്ക് ഇത് നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് അല്പം ചൂടുള്ള വെള്ളത്തിൽ ഈ മോൾഡ് ഒന്ന് ഇറക്കി വെച്ചാൽ മതി. ഇതിപ്പോൾ കണ്ടോ, നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം ഇത് നല്ല തീർച്ചയായിട്ടും ഇഷ്ടമാകും. ഇത് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ് ഇതിന്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.